ഹായ് എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടുക്കളയ്ക്ക് ആകെ നേർന്ന് കിടക്കുക. സ്കൂളിൽ മീറ്റിംഗ് ആയിരുന്നു, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ അതാ ഞാൻ ഓർക്കാപ്പുളി, അതായത് ഇരുമ്പമ്പുളി പുളിയഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പുളി ഇടണ്ടെന്ന് എന്നോട് ഉണ്ടാക്കിയ ആൾ പറഞ്ഞത്, പക്ഷേ പുളി കുറച്ച് ചേർക്കണം, എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മളെ പഴകിയ പുളി ഉണ്ടല്ലോ, കറുപ്പ് കളറിലുള്ള പുളി വേണം, പിഴിപുളി. കഴിഞ്ഞ വർഷത്തെ പുളി വേണം പുളിയഞ്ചി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് ശകലം പിഴിഞ്ഞൊഴിച്ച്, പിന്നെ ശർക്കര പാവാക്കിയതുണ്ടായിരുന്നു, പിന്നെ അത് ഇരുമ്പമ്പുളി ഉണ്ട്, പച്ചമുളക്, ഇഞ്ചി, പിന്നെ ഉലുവ, കടുക്, കറിവേപ്പില, വറ്റമുളക്, ഇത്രയും സാധനങ്ങൾ. പിന്നെ ഓയിൽ ചിലർ നല്ലെണ്ണ ഉപയോഗിക്കും, എനിക്ക് നല്ലെണ്ണേൻ്റെ നേരത്തെ അതിൻ്റെ ചുവ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്താ ലാസ്റ്റ് ഘട്ടമാണ്, ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം ഇനി അതൊന്ന് ആറിയതിന് ശേഷം വേണം ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കി വെക്കാൻ. കാരണം എന്താ വെച്ചാൽ സ്റ്റീലിൻ്റെ പാത്രത്തിൽ പുളി അധികം എടുത്ത് വെക്കാൻ പാടില്ല. പുളി ഇട്ട് വെച്ചാൽ സ്റ്റീൽ പാത്രം ഓട്ടപ്പെടുമെന്നാണ് പറയുക. അപ്പം ഇതിൻ്റെ നല്ല പാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം വേറെ ബോട്ടിൽ കഴുകി വെച്ചിട്ടുണ്ട്, പതുക്കി ഒഴിക്കണം. അപ്പോൾ ആറട്ടെ. അപ്പോഴേക്കും പിന്നെ മുറ്റം അടിച്ചു വാരാണ്ട്, തുണികൾ കഴുകാണ്ട്, പാത്രങ്ങൾ കഴുകാണ്ട്. കാരണം രാവിലെ പോണ നേരത്തെ ഒരു തിരക്കാണ്. പിന്നെ നേരത്തെ പോയിട്ടില്ലെങ്കിൽ അങ്ങാടിപ്പുറത്തെ പൂരം കാരണം റോഡ് ബ്ലോക്കാണ്. അപ്പം നമ്മൾ കറക്റ്റ് സമയം കണക്കാക്കി പോകാൻ പറ്റില്ല. അപ്പം നേരത്തെ പോകണതുകൊണ്ട് ഒരു പണി അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല. അപ്പം ഇന്ന് സ്കൂള് മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് ഇപ്പോൾ എത്തിയതിന് ശേഷം കുറച്ച് ചായ ഉണ്ടായിരുന്നു, അത് കുടിച്ചു. ശ്രീലക്ഷ്മിനെ ചായ കുടിക്കൂല, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇതാക്കണു ആറാൻ വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് പണികളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇരുമ്പമ്പുളി നല്ലതാണ്. ആദ്യമൊക്കെ ഞാനൊക്കെ കുട്ടികളാകുമ്പോഴൊക്കെ ഈ സാധനം കാണുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഈ സാധനം ഇത് ഭയങ്കര പുളിയാണ്. ചിലരാണ് പച്ചയ്ക്ക് അത് ഉപ്പും കൂട്ടി മുളക് പൊടിയൊക്കെ കൂട്ടി തിന്നണം. എനിക്കിഷ്ടമല്ലായിരുന്നില്ല. ഇത് ഞാൻ കല്യാണം കഴിച്ച് പോയതിന് ശേഷം തിരുവല്ലയിൽ ചെന്നപ്പോഴാണ് ഇതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിയത്. അതായത് ഇത് ഉപ്പ് പുരട്ടിയിട്ട് ഉണക്കാൻ വയ്ക്കും. ഉണക്കിയിട്ടത് നല്ലോണം വാടി ഉപ്പൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ നല്ലെണ്ണയിൽ ഇത് അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റാണ്. അതായത് ശ്രീലക്ഷ്മീൻ്റെ അച്ഛന് മണിക്കൂട്ടൻ എന്നാണ് വിളിക്കുക. അപ്പോൾ അവർ അമ്മ വീട്ടിൽ, അതായത് എരുമേലി ആണ് അമ്മ വീട്. അവിടെ പോയ സമയത്ത് അവിടുത്തെ ചെറിയ അമ്മാവൻ്റെ ഭാര്യ തറവാട്ടിലാണ്. അപ്പോൾ അവരെടുത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അവരാണ് ഈ അച്ചാറിട്ട് തന്നത്. ഭയങ്കര ടേസ്റ്റ്. എന്നിട്ട് അവരെനിക്ക് തന്നു വിട്ടും കൊണ്ട് മലപ്പുറത്തിന് പോന്നപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഇരുമ്പമ്പുളിയും കൊണ്ടുള്ള ഗുണങ്ങൾ മനസ്സിലാക്കി. പക്ഷേ ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ കുറേ ആൾക്കാർ ഇത് പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കണ്ടു. അന്ന് ഞാൻ അച്ചാറാണ് കൂട്ടിയത്. അപ്പോൾ പുളിയിഞ്ചി ഇതും കൊണ്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. കുഴപ്പമില്ല, നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഞാൻ ഉണ്ടാക്കിയതിൽ കുറച്ച് എരിവ് കൂടിയിട്ടുണ്ട്. അതിന് പുളിയും ശർക്കരേൻ്റെ ഇതൊക്കെ ചേർന്ന് ഇരിക്കുമ്പോൾ ശരിയാവും എന്ന് വിചാരിക്കുന്നു. ഞാനൊരു 8 മുളക് കീറിയിട്ടിട്ടുണ്ട്. കാരണം മുളകും ഇഞ്ചിയൊക്കെയാണ് അതിൻ്റെ ഹൈലൈറ്റ്. അതായത് ആ പുളിയിഞ്ചീൻ്റെ ടേസ്റ്റ് വരണമെങ്കിൽ ഇഞ്ചി പച്ചമുളക് ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കണം. കൊത്തി അരിഞ്ഞ് മറ്റേത് പച്ചമുളക് കീറി ഇടണം. പിന്നെ കറിവേപ്പില, പിന്നെ കടുക്, ഇതൊക്കെ ചേർത്തെങ്കിൽ, ഉലുവ, ഇതൊക്കെ ചേർത്തെങ്കിൽ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ. കുറച്ച് പുളി, ശർക്കര, അതുപോലെ ഇരുമ്പമ്പുളി, ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ എരിവ് പോരെങ്കിൽ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ചിലർ മുളക് പൊടി, പിരിയമുളകിൻ്റെ പൊടിയൊക്കെ ഇടുന്നതാണ്. അതൊന്നും ഇട്ടിട്ടില്ല. ഞാൻ പച്ചമുളക് ഇട്ടതും കൊണ്ട് പിന്നെ മുളകൊന്നും ഇട്ടിട്ടില്ല. കറുത്ത പുളി വാങ്ങിക്കണം, പിഴിപുളി. പിന്നെ ശർക്കരയും തന്നെ 2 തരം ശർക്കര ഉണ്ട്. വെളുത്തിരിക്കണമുണ്ട്, ഒരു നല്ല ഡാർക്കായിട്ടിരിക്കണമുണ്ട്. അപ്പോൾ ഡാർക്കായിട്ടിരിക്കുന്ന ശർക്കരയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് പിന്നെ എങ്ങനെ ഉണ്ട് എന്നുള്ളതും കൂടെ പറയുക. അപ്പോൾ
ഞങ്ങളെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക. താങ്ക് യു.